ദുബായ് രാജകുമാരി ഷെയ്ഖ് മെഹ്റ ബിന്ത് ഭർത്താവിനെ മൊഴി ചൊല്ലിയത് 3 തവണ ഐ ഡിവോഴ്സ് യു ഐ ഡിവോഴ്സ് യു ഐ ഡിവോഴ്സ് യു എന്ന് പറഞ്ഞ് മൊഴി ചൊല്ലി. മൊഴി ചൊല്ലാനുള്ള കാരണം അയാൾ മറ്റ് സ്ത്രീകളുമായി വളരെ അടുത്തിടപഴകുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് കാര്യമൊക്കെ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ മൊഴി ചൊല്ലുന്നു എന്ന് ഇൻസ്റ്റാഗ്രാമിൽ കാരണം പറഞ്ഞു. ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടാണ് മൊഴി ചൊല്ലിയത്. അപ്പോൾ അതിനകത്ത് കൗതുകരം എന്ന് പറയുന്നത് അങ്ങനെ 3 തവണ മൊഴി ചൊല്ലുന്ന പുരുഷന്മാർക്കുള്ള കാര്യമാണ് ഇസ്ലാമിൽ ശരീഅത്ത് പ്രകാരം. അതുമാത്രമല്ല, ഭർത്താവിനെ മറ്റ് സ്ത്രീകളുമായി ബന്ധമുണ്ട് എന്നതിൻ്റെ പേരിൽ ഭാര്യയ്ക്ക് മൊഴി ചൊല്ലാൻ വകുപ്പില്ല. കാരണം 4 കല്യാണം വരെ ആകാം. അപ്പോൾ 2 അടിസ്ഥാന പ്രമാണങ്ങളെ ലംഘിച്ചുകൊണ്ടാണ് ഈ രാജകുമാരി മൊഴി ചൊല്ലിയത്. അത് ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരു വലിയ വിപ്ലവമാണ്. അതിവിടെയുള്ള നമ്മൾ ഇന്നലെ അത് സംബന്ധിച്ചൊരു വർത്തമാനം നടത്തിയിരുന്നു. നമ്മൾ മാത്രമാണ് ചെയ്തത്, നമ്മുടെ കൂടെ ഇരുന്ന അഹമ്മദ് മാഷ് പറയുകയും ചെയ്തു. ഇത് വലിയ സംഭവമാണ്, കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് കൊടുക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇവിടുത്തെ 6-7 മുസ്ലിം പത്രങ്ങളും ഒരു ചാനലും ഉണ്ട്, അവർ കൊടുക്കുക. പിന്നെ അവർ ഗംഭീരമായിട്ട് കൊടുക്കുന്നതാണ് പറഞ്ഞത്. പക്ഷേ മനോരമ പോലും കൊടുത്തില്ല. അപ്പോൾ ദുബായ് രാജകുമാരിയുടെ ഈ മൊഴിചൊല്ലൽ വിപ്ലവം ഒതുക്കപ്പെട്ടു കേരളത്തിൽ. അർജൻറ്റീന ജയിച്ചത് കോപ്പ അമേരിക്ക നേടിയത് ഒഴിവാക്കിയതുപോലെ. അപ്പോൾ ഏതായാലും അന്ന് നമ്മൾ ഇതേക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇന്നലെ സാറ് ഒരു ചോദ്യം അഹമ്മദ് മാഷോട് ചോദിച്ചു. ഈ രാജകുമാരി മൊഴി ചൊല്ലിയപ്പോൾ അവർക്ക് ജീവനാംശത്തിൻ്റെ അർഹത ഉണ്ടാവുക. നമ്മുടെ CRPC 125 സുപ്രീം കോടതി പറഞ്ഞല്ലോ ജീവനാംശം വേണമെന്ന്. അപ്പോൾ ജീവനാംശം കിട്ടാൻ അർഹതയുണ്ടോ എന്ന് ചോദ്യം വന്നു. രാജകുമാരി ആയതുകൊണ്ട് അവർ കേസിനൊന്നും പോകത്തില്ല എന്നാണ് അഹമ്മദ് മാഷ് പറഞ്ഞത്. അവർക്ക് ജീവനാംശം കിട്ടാൻ അർഹതയുണ്ടോ? അവർ കേസിന് പോകുന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിൻ്റെ 6ാമത്തെ ഭാര്യ പ്രിൻസസ് ഹയ 2021 ഡിസംബർ 21 ലണ്ടൻ ഹൈക്കോടതിയുടെ വിധിപ്രകാരം അവർക്ക് വലിയ തുക ജീവനാംശമായിട്ട് വിധിച്ചിട്ടുണ്ട്. അവരുടെ 2 മക്കൾ. ലണ്ടൻ ഹൈക്കോടതി? കാരണം അവർ താമസിക്കുന്നത് ലണ്ടനിലാണ്. പക്ഷേ ലണ്ടൻ ഹൈക്കോടതിയുടെ ജൂറിസ്ഡിക്ഷനിൽ ദുബായ് രാജാവ് വരുമോ? അല്ല, പക്ഷേ ഈ പൈസ കൊടുത്തല്ലോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉള്ള പല പരിപാടികളും ചെയ്തിട്ടാണെന്ന് അവിടെ കേസിൽ പോയി. കാരണം അവിടെ ഇവർക്ക് സ്വത്തുക്കളൊക്കെ ധാരാളം ഉണ്ട് കൊടുക്കാൻ മാത്രം. കാരണം ദുബായിൽ മാത്രം അറ്റാച്ച് ചെയ്യാം അല്ലേ? അറ്റാച്ച് ചെയ്യാം. ഇത് കൊടുത്തില്ല എങ്കിൽ പല കാര്യങ്ങളും ചെയ്യാം. ധാരാളം സ്വത്തുക്കൾ പുറത്ത് ഉണ്ട്. പിന്നെ ഒരു രാജാവിന്റെ സ്വത്തുക്കൾ വേറൊരു രാജ്യം അറ്റാച്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ നാണക്കേടാണ്. അതെ. അപ്പോൾ അതുകൊണ്ട് കൊടുക്കുക എന്നുള്ളതേ പറ്റുള്ളൂ. ഇതെന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹയ പ്രിൻസസ് ഹയക്ക് എത്ര രൂപയാണ് ജീവനാംശമായിട്ട് കൊടുക്കുന്നത്? ജീവനാംശമായിട്ട് കൊടുത്തിരിക്കുന്നത് 550 മില്യൺ പൗണ്ട്. അത് 5069 കോടി രൂപ വരും ഇന്ത്യൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ. അതല്ലാതെയും ചില കാര്യങ്ങൾ കുട്ടികളുടെ കാര്യത്തിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ പറയാം. ഹയ ബിൻ അൽ ഹുസൈൻ, ഇവർ ജോർദാനിലെ ഹുസൈൻ രാജാവിൻ്റെ മകളാണ്. ഈ ദുബായ് ഭരണാധികാരിക്ക് 6 ഭാര്യമാരുണ്ട്. അതിൽ 6ാമത്തെ ആളാണ്, ഏറ്റവും ഇളയ ആൾ. അവർ 2019 ഏപ്രിൽ 15 ദുബായിൽ നിന്ന് പലായനം ചെയ്ത് ലണ്ടനിലേക്ക് പോയി. ഇവിടുത്തെ ക്രൂരതകൾ, പീഡനങ്ങൾ ഒക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. മാത്രമല്ല, അവർക്ക് അവരുടെ ബോഡി ഗാർഡുകൾ ഉണ്ടല്ലോ, അംഗരക്ഷകർ, അവരിൽ ഒരാളുമായിട്ട് അവിഹിത ബന്ധമുണ്ട് എന്ന് പറഞ്ഞ ആരോപണം ഉണ്ടായിരുന്നു. അതവർ തള്ളിക്കളഞ്ഞിട്ടൊന്നുമില്ല. അതിൻ്റെ പേരിൽ മറ്റ് അംഗരക്ഷകർ ബ്ലാക്ക് മെയിൽ ചെയ്തിരുന്നു എന്നൊക്കെ അവർ പറഞ്ഞിരുന്നു ആ കാലത്ത്. ഇതൊക്കെ വാർത്ത ഏതാണ് കാലത്തല്ലേ? ഇത് ഞാൻ സ്ഥിരമായിട്ട് ഗാർഡിയനിലെ കാര്യത്ത് വായിക്കുന്നുണ്ടായിരുന്നു. അതാണ് ഞാൻ ഇന്നലെ ഓർമ്മിച്ചിട്ട് പറഞ്ഞത്. തുകയൊന്നും ഓർമ്മയില്ലായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 251.5 പൗണ്ട് ക്യാഷായിട്ട് കൊടുക്കുക. മൊത്തം ഈ തുക വരുന്നത് 5000 കോടി വരുന്നത് അങ്ങനെയാണ്. അതിന് പുറമെ 2 ലണ്ടനിലുള്ള വലിയ സ്വത്തുക്കൾ ഇവർക്ക് കൊടുക്കുക, ഭാര്യയ്ക്ക് കൊടുക്കുക. അതിൽ കെൻസിങ്ടൺ കൊട്ടാരത്തിനടുത്ത് സറയിലെ ഈഗാം കൊട്ടാരം, അത് ഇവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ ഈ വെക്കേഷനൊക്കെ പോകുമല്ലോ, ഒഴിവ് ദിനങ്ങൾ, ഹോളിഡേയ്സ്, അതിൻ്റെ പണം ചെലവാക്കണം. പിന്നെ ഈ നാനി ആയ അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരുടെ ശമ്പളം മുഴുവൻ ഈ ദുബായ് ഭരണാധികാരി കൊടുക്കണം. പിന്നെ 2 കവചിത വാഹനങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. കുട്ടികളുണ്ട്, സുരക്ഷിതമായ ജീവിതത്തിന് വേണ്ടിയിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ദുബായ് ഭരണാധികാരി പിന്നെയും
ഭീഷണിയുണ്ട്, അവിടെ ടെററിസ്റ്റുകളെയൊക്കെ വിട്ട് കൊല്ലാൻ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുട്ടികൾ അങ്ങനെയൊന്നും മരിക്കേണ്ടവരല്ല, അവർക്ക് കവചിത വാഹനങ്ങൾ പ്രൊവൈഡ് ചെയ്യണമെന്ന് കോടതി പറഞ്ഞു. പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ കുതിരകൾ, വളർത്തുമൃഗങ്ങളിലെ പെറ്റ്സ്, കുതിരകൾ, വളർത്തുമൃഗങ്ങൾ, ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മുടെ രാജകുമാരി ഷെയ്ഖ് മെഹ്റ ബിന്ദിനും കുതിരകളെ വളരെ ഇഷ്ടമാണ്, കുതിര സവാരി ചെയ്യുമായിരുന്നു. മറ്റേയാൾ കുതിരപ്പന്തയത്തിൻ്റെ ഉസ്താദാണ് ഈ ഭരണാധികാരി. ഓരോ വർഷവും 2 കുട്ടികളാണ്, അവർക്ക് 5.6 മില്യൺ പൗണ്ട് വീതം കൊടുക്കണം. എന്ന് പറയുമ്പോൾ 61 കോടി രൂപ കൺവെർട്ട് ചെയ്യുമ്പോൾ ഒരു വർഷം ഓരോ വർഷവും ഇത് കൊടുത്തുകൊണ്ടിരിക്കും ഓരോ കുട്ടിക്കും. അത് ഓരോ വർഷവും, ഒറ്റത്തവണയല്ല. ഈ 2021 മകൾക്ക് 14 വയസ്സും മകന് 9 വയസ്സുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യും എന്നുള്ളതിന് 290 മില്യൺ പൗണ്ടിൻ്റെ, അതായത് 2600 കോടി രൂപ വരും. അതിൻ്റെ ഗ്യാരൻറ്റി കൊടുത്തിരിക്കണം. കാരണം പിന്നീട് പറ്റിക്കുക എന്നുള്ള അവസ്ഥ ഉണ്ടാകരുത്. ആ ഗ്യാരൻറ്റിയും കൊടുക്കണം എന്ന് വിധിയിലുണ്ട്. അപ്പോൾ ഇങ്ങനെ ആ രാജവംശത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞ ഒരു കേസാണിത്. ബ്രിട്ടീഷ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഈ ജീവനാംശവും ബിഗസ്റ്റ് ഡിവോഴ്സ് കേസ് എന്ന് പറയുന്ന കേസാണിത് ബ്രിട്ടീഷ് ചരിത്രത്തിൽ. ജീവനിൽ ഭയം കൊണ്ടാണ് ഞാൻ ദുബായ് വിടുന്നതെന്ന് അവർ പറഞ്ഞിരുന്നു. അതിനവർ ഉദാഹരണമായിട്ട് പറഞ്ഞത് ഈ ഷെയ്ഖ് മുഹമ്മദ് മക്തൂം, അങ്ങേര് തന്നെ 2 പെൺകുട്ടികളെ ലണ്ടനിൽ നിന്ന് നേരത്തെ റാഞ്ചി കൊണ്ടുപോയിട്ടുണ്ട്, അവിടെ പഠിക്കാനൊക്കെ പോയവരെ എന്നവർ ചൂണ്ടിക്കാണിച്ചിരുന്നു. അത് ഷെയ്ഖ് ലത്തീഫയും ഷെയ്ഖ ലത്തീഫയും ഷെയ്ഖ ഷംസയും ആണെന്ന് അതിൽ പറഞ്ഞിരുന്നു. ഈ മുഹമ്മദിന് 3 കൊല്ലം മുമ്പ് 72, ഇപ്പോൾ 75 വയസ്സായിട്ടുണ്ടാവും. ഞാൻ അങ്ങനെ എൻ്റെ പെൺമക്കളെ റാഞ്ചിയിട്ടൊന്നുമില്ല എന്ന് അങ്ങേരുടെ വക്കീൽ കോടതിയിൽ നിലപാടെടുത്തിരുന്നു. അങ്ങനെയല്ല, 2020 റാഞ്ചി എന്ന് ഹൈക്കോടതിയിൽ വിധിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് പോലീസിനെയൊക്കെ വിട്ട് അന്വേഷിപ്പിച്ചിട്ട് അങ്ങനത്തെ കേസ് ഉണ്ട് എന്നൊക്കെ കണ്ടുപിടിച്ചിരുന്നു. ഈ ബ്രിട്ടീഷ് അംഗരക്ഷകനുമായിട്ട് അവിഹിതമുണ്ടായിരുന്നു എന്നുള്ള വിവരം വെച്ചിട്ട് ഇവർ ലണ്ടനിലേക്ക് പലായനം ചെയ്തപ്പോൾ ഒരു കവിത എഴുതി പരസ്യമായിട്ട് പ്രസിദ്ധീകരിച്ചു ദുബായ് ഭരണാധികാരി. അതിൻ്റെ ശീർഷകം യു ലിവ്ഡ് യു ഡൈഡ് എന്നായിരുന്നു. നീ ജീവിക്കുകയും ചെയ്തു, നീ മരിക്കുകയും ചെയ്തു എന്ന്. അപ്പോൾ അത് കൊല്ലുന്നുള്ള ഭീഷണി അതിൻ്റെ ഉള്ളിൽ വ്യാഖ്യാനം വന്നു. ബ്രിട്ടനിൽ ഞാൻ വന്ന ശേഷം അയാൾ എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. മാത്രമല്ല ഒരു മെസ്സേജ് അയച്ചിരുന്നു, വി ക്യാൻ റീച്ച് യു എനിവേർ, നിന്നെ എവിടെ വേണമെങ്കിലും ഞങ്ങൾ കണ്ടെത്തും, ഇതിലേക്ക് ഞങ്ങൾ എത്തിപ്പെടും എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഈ സുരക്ഷയ്ക്ക് വലിയ തുക ഈ വിധിയിൽ ഉൾപ്പെടുത്തുന്നതെന്ന് കോടതി പറഞ്ഞു. ഫോൺ ഹാക്ക് ചെയ്തിരുന്നു. പിന്നെ ഈ ബോഡി ഗാർഡ്സ്, ഇവരുടെ ഇപ്പോഴത്തെ അംഗരക്ഷകർ, പിന്നെ ഇവരുടെ ഈ നിയമജ്ഞന്മാരുടെ സംഘം ഉണ്ടല്ലോ കേസ് നടത്താനുള്ള, ഇവരുടെയൊക്കെ ഫോണുകൾ ഈ ദുബായ് ഭരണാധികാരി ഹാക്ക് ചെയ്യുന്നുണ്ട് എന്ന് കണ്ടെത്തി അതും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇസ്രയേൽ മറ്റേ സോഫ്റ്റ്വെയറിൽ പെഗാസസ് മാൽവെയർ അത് വെച്ചിട്ടാണ് ഹാക്ക് ചെയ്തത് എന്ന് പറഞ്ഞിരുന്നു. ഈ ജഡ്ജി മൂറിൻ്റെ വിധിയിൽ ഇതൊക്കെ ശരിയാണ്, എല്ലാവർക്കും ഭീഷണി ഉണ്ട് എന്നുള്ളത് പറഞ്ഞിരുന്നു. ഹയയെ ഈ അംഗരക്ഷകർ അവിഹിത ബന്ധം ഒരാളുമായിട്ടുള്ള കണ്ടിട്ട് അവിടുത്തെ ദുബായിലുണ്ടായിരുന്നപ്പോൾ അംഗരക്ഷകർ ബ്ലാക്ക് മെയിൽ ചെയ്തിരുന്നു. 4 പേർക്ക് പലപ്പോഴും പണം കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് എന്നിവർ അഡ്മിറ്റ് ചെയ്തിരുന്നു. അത് കുട്ടികൾക്കുള്ള അക്കൗണ്ട് ഉണ്ടല്ലോ, അതിൽ നിന്നാണ് പലപ്പോഴും കൊടുത്തിരുന്നത്. കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല, പക്ഷെ കയ്യിലുള്ള ആഭരണങ്ങളൊക്കെ വിറ്റിരുന്നു ചില ഘട്ടങ്ങളിൽ പണം കൊടുക്കാൻ വേണ്ടിയിട്ട്. 1 മില്യൺ പൗണ്ട് ആഭരണങ്ങൾ വിറ്റാണ് ഉണ്ടാക്കിയത്, പിന്നെയും വിൽക്കേണ്ടി വന്നിരുന്നു എന്ന് അവർ പറഞ്ഞിരുന്നു. ഇതാണ് ഹയ രാജകുമാരിക്ക് ജീവനാംശം കിട്ടിയ കഥ. അപ്പോൾ ഈ ജീവനാംശം എന്ന് പറയുന്നത് ദുബായ് രാജാവ് എന്തൊക്കെയാണല്ലോ അത് അവർ തമ്മിലുള്ള സ്വകാര്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്തും ആവട്ടെ, നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് ദുബായ് ഭരണാധികാരി പോലും ഭാര്യയെ ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ അവർ കേസിന് പോയപ്പോൾ ജീവനാംശം കൊടുത്തു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്, ഈ ജോർദാൻ രാജാവിൻ്റെ മകളാണ്, ചില്ലറ ആളൊന്നുമല്ല. അവര് മറ്റേ ചിലപ്പോൾ ഇപ്പോൾ ഈ ദുബായ് രാജാവിൻ്റെ ഭരണാധികാരിയുടെ മകനാണല്ലോ ഇപ്പോൾ
ഈ മെഹ്റ മകളാണ്. മകളാണ്. മറ്റേ അപ്പോൾ അങ്ങേരും ജീവനാംശം കൊടുക്കേണ്ടി വരുമായിരിക്കും അവർ ലണ്ടനിലോ മറ്റോ പോയി കേസ് കൊടുത്താൽ. കാരണം കീഴ്വഴക്കമുണ്ടല്ലോ ഇതുകൊണ്ട്. ഇത് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ വേറൊരു കാര്യം, ഈ ഭരണാധികാരിയുടെ ഒരു മകള് ഇടയ്ക്ക് അവിടെ നിന്ന് പലായനം ചെയ്തിട്ട് ജീവന് ഭീഷണിയൊക്കെ ഉണ്ടായിട്ട് ഇന്ത്യയിൽ വന്നിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇന്ത്യയിൽ എത്തിയില്ല, അതിനു മുമ്പ് തന്നെ അത് ഗോവയിൽ നിന്ന് കുറച്ച് നോട്ടിക്കൽ മൈൽ അപ്പുറത്തുണ്ടായിരുന്നു. അവിടെ അവർ എത്തിയപ്പോൾ അവിടെ എത്തി. അപ്പോൾ ഇന്ത്യൻ ആർമിയുടെ സഹായത്തോടു കൂടി അവരെ തിരിച്ചു പിടിച്ചോണ്ട് പോയി. അതെ, പ്രിൻസസ് ലത്തീഫ അവിടെ തടവിലായിരുന്നു. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 2018 ഫെബ്രുവരിയിലാണ് അവർ ഈ ഇന്ത്യയുടെ അതിർത്തി വരെ എത്തിയത്. ഫെബ്രുവരിയിലെത്തിയിട്ട് മാർച്ച് 4-ാം തീയതിയായിരുന്നു ഓപ്പറേഷൻ. അവിടെ നിന്നുള്ള പട്ടാളം ഉണ്ടായിരുന്നു, ഇന്ത്യൻ പട്ടാളം ഉണ്ടായിരുന്നു. സംയുക്ത ഓപ്പറേഷനാണെന്നാണ് റിപ്പോർട്ടുകളിലൊക്കെ കാണുന്നത്. ഇവർ 2018 ഫെബ്രുവരിയിൽ വരുന്നതിന് തൊട്ട് മുമ്പ് എഴുതിയിരുന്നു, എനിക്കിവിടെ ഡ്രൈവ് ചെയ്യാൻ എന്നെ സമ്മതിക്കുന്നില്ല, സ്വതന്ത്രമായിട്ട് ദുബായ് വിടാൻ സമ്മതിക്കുന്നില്ല, ദുബായ് വിട്ട് വേറെ എവിടെയെങ്കിലും പോയി പഠിക്കാൻ സമ്മതിക്കുന്നില്ല, 2000 മുതൽ തന്നെ പഠിക്കാൻ പുറത്ത് പോകണ്ട എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പാസ്പോർട്ട് പിടിച്ചു വെച്ചു, തടവിലും പാർപ്പിച്ചു, ഞാൻ ഫൈറ്റ് ചെയ്യുന്നതുകൊണ്ട്. അത് കഴിഞ്ഞ് അവരൊരു യാറ്റിലാണ് ഇന്ത്യയിലേക്ക് വന്നത്. യാറ്റിൽ അവർ ഒമാൻ തീരത്തേക്ക് ആദ്യം പോയി, ഒമാനിലാണ് എത്തുക. എന്നിട്ട് ഒമാനിൽ നിന്ന് അമേരിക്കയിൽ പോയിട്ട് അഭയം തേടുക, രാഷ്ട്രീയ അഭയം തേടുക എന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഈ യാനം വന്നത് ഇന്ത്യൻ തീരത്തേക്കാണ്. 8 ദിവസം കഴിഞ്ഞ് ഇന്ത്യൻ തീരത്ത് വന്നു. അത് ഗോവയിൽ നിന്നൊരു 30 മൈൽ നമ്മുടെ വാട്ടറിൽ വന്നു. അങ്ങനെ ആണ്. അപ്പോൾ ഈ പട്ടാളമൊക്കെ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ഇവരുടെ കയ്യിൽ എന്തോ സംഗതി കുത്തിവെച്ചതായിട്ട് അവർ പറയുന്നുണ്ട്. മയക്കുമരുന്നായിരിക്കുമല്ലോ, ഉറങ്ങിപ്പോവാനുള്ളതൊക്കെ കുത്തിവെച്ചിരുന്നു. പിന്നെ ഇന്ത്യൻ സൈനിക കപ്പലിലേക്ക് മാറ്റി. എമിറാറ്റി കമാൻഡോസും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. തല്ലുകയും കപ്പലിൽ വെച്ച് തല്ലുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ ദുബായിലേക്ക് മടക്കി കൊണ്ടുപോയി. അപ്പോൾ ഇവർ ലത്തീഫ ഇപ്പോൾ എന്താ അവസ്ഥ എന്ന് ഞാൻ നോക്കി. ലത്തീഫ അതിനുശേഷം ഒരുപാട് മാറ്റങ്ങൾ വന്നല്ലോ. കാരണം അന്ന് ഈ ലത്തീഫയ്ക്ക് പുറത്തു പോകാനും വിദ്യാഭ്യാസത്തിന് പോകാനും ഒന്നുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ കുട്ടിക്ക് അങ്ങനെയല്ല, മെഹ്റയ്ക്ക് എല്ലാം ഉണ്ടായിരുന്നു. അവൾക്ക് ഈ വളരെ ധൈര്യസമേതം അവിടുത്തെ ഒരു ആൺമേൽക്കോയ്മയെ വെല്ലുവിളിച്ച് തലാക്ക് പറയുന്നത് പോലെ മൊഴി ചൊല്ലാനും തനിക്ക് വേറെ സ്ത്രീകളുമായി ബന്ധമുള്ളതുകൊണ്ട് തന്നെ ഇനി വേണ്ടടാ എന്ന് പറയാനും ഒക്കെ പറ്റുന്ന ഒരു സ്വാതന്ത്ര്യം ഉണ്ടായി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ദുബായ് കൊട്ടാരത്തിൽ തന്നെ ഒരു വലിയ കൊട്ടാര വിപ്ലവം നടന്നു. അവിടെ സ്വാതന്ത്ര്യത്തിന്റെ കാറ്റ് വീശി. നമ്മൾ ഈ ജീവനാംശം കിട്ടിയ ഹയായുടെ കാര്യം പറഞ്ഞില്ലേ, ജോർഡൻ രാജാവിൻ്റെ, അവർ ഈ ലത്തീഫയെ ദുബായിൽ കൊട്ടാരത്തിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ടായിരുന്നു. അപ്പം ഒരു വിപ്ലവത്തിൻ്റെ ഒരു ആസൂത്രണം അവിടെ ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. എന്തുമാവട്ടെ, ഇപ്പൊ ഈ നമ്മുടെ കേരളത്തിൽ ഇവർ പാരീസിലാണ്. കേരളത്തിൽ നമ്മുടെ സ്ത്രീകളെ ഇങ്ങനെ ചാക്കിൽ കയറ്റി വാഴക്കുല കയറ്റുന്ന പോലെ കയറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ദുബായിലും സൗദി അറേബ്യയിലും ഒക്കെ ഈ ചങ്ങലകളും ഈ വസ്ത്രവും ഒക്കെ പൊട്ടിച്ച് സ്ത്രീകൾ പുറത്തേക്ക് വരുന്നു എന്നുള്ള ഒരു വിപ്ലവം, അതിനെയാണ് ശരിക്കും മുല്ലപ്പൂ വിപ്ലവം എന്നൊക്കെ വിളിക്കേണ്ടത്. അതിവിടെ കൊടുക്കില്ല മാധ്യമങ്ങൾ. അതാണ് ഞാൻ കേരളത്തിലെ ഏറ്റവും സീനിയർ ജേർണലിസ്റ്റുള്ള ഒരാളാണ് രാമേന്ദ്രൻ സാർ. അപ്പോൾ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്യുമ്പോൾ അഹമ്മദ് മാഷാണെങ്കിലും പറഞ്ഞു നാളെ ഇത് ഇവിടുത്തെ പത്രങ്ങൾ ആഘോഷിക്കുമെന്ന് പറഞ്ഞു. മീഡിയ വൺ കൊടുക്കും എന്നൊക്കെ എല്ലാവരും കൊടുക്കുന്നു. ഞാൻ അപ്പോൾ എടുത്തു ചോദിച്ചു, 6-7 മുസ്ലിം പത്രങ്ങളുണ്ട്, അവർ കൊടുക്കും, എല്ലാവരും ആഘോഷിക്കുമെന്നാണ് വിപ്ലവകാരിയായ സഖാവ് അഹമ്മദ് മാഷ് പറഞ്ഞത്. പക്ഷെ ഒരു പത്രവും കൊടുത്തില്ല. മാത്രമല്ല മറ്റേ ഒമാനിലെ, എനിക്ക് തെറ്റുപറ്റിയാണെന്നറിയില്ല, ജന്മഭൂമിയിലും കണ്ടില്ല, അതിലും ഇല്ല. ഒമാനിലെ IS ആക്രമണം ഒരു ചെറിയ ഇതായിട്ട് ഇന്ന് വന്നിരിക്കുന്നത്. 3 ദിവസം മുമ്പ് നമ്മൾ പറഞ്ഞാണ് ഒമാനിലെ പള്ളിയിൽ IS ആക്രമണം നടത്തി. അപ്പോഴും നമ്മൾ പത്രം കൊടുക്കില്ല എന്ന് നമ്മൾ അപ്പോഴും പറഞ്ഞു. അതെന്തുകൊണ്ടായിരിക്കും? മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്താ പറയാനുള്ളത്? സാറിന്റെ പഴയ പത്രത്തെ കുറിച്ച്? പഴയ പത്രത്തിന് ഇപ്പൊ 10 ലക്ഷം പഴയ പത്രങ്ങൾ മറ്റേ 10 ലക്ഷം കോപ്പി കുറഞ്ഞുണ്ടല്ലോ. പിന്നെ ഈ മുസ്ലിങ്ങളും കൂടി ഇട്ടിട്ട് പോകണ്ട. ഇതൊക്കെ പേടിയുടെ കാര്യമാണ്. ഇത് പത്രപ്രവർത്തനം എന്ന് പറയുന്നത് ധീരമായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു പണിയാണത്. ദൗത്യം പോലെയൊക്കെയാണ്, വൊക്കേഷൻ എന്നൊക്കെ പറയില്ലേ. ഏതായാലും വാർത്തകൾ വായിക്കാവുമ്പോൾ ഇത് വേണ്ടാന്ന് വെക്കുന്നതാണ്. അതായത് വാർത്തകൾ വായിക്കാതിരിക്കാനും കൂടിയുള്ളതാണെന്ന് ഓരോ ദിവസവും തെളിയിക്കപ്പെട്ടുകൊണ്ട് സമസ്കരിക്കപ്പെടുന്നത് എന്താണോ അതാണ് വാർത്ത എന്ന് നമ്മൾ പഠിക്കുന്ന കാലത്തൊക്കെ പഠിച്ചിട്ടുണ്ട്. അതെ അതെ. മറച്ചു വെക്കുന്നത് എന്താണോ അതാണ് വാർത്ത.
ഏതായാലും നമ്മുടെ പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ച് ഇവർ പറയാത്ത വാർത്തകൾ നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.